കർണാടക എപ്പോഴും ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം കർണാടകയിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ തന്നെ ഹൈക്കമാൻഡിന് വലിയ രീതിയിലുള്ള ഒരു തലവേദനയാണ് ഉണ്ടായത്. അത് മുഖ്യമന്ത്രി കസേരയെക്കുറിച്ച്. സിദ്ധരാമയ്യയും ശിവകുമാറും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വലിയ അടിപിടി കൂടിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി അധികാരം ഏൽക്കുന്നതിന് മുമ്പ് 2 ടേം എന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഉടമ്പടി മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം തന്നെ പരിഹരിച്ചത്. കാരണം സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനും മുഖ്യമന്ത്രി കസേരയിൽ കുറഞ്ഞ് വേറെ ഒരു സ്ഥാനവും വേണ്ട എന്ന വാശിയിലായിരുന്നു രണ്ടുപേർ നിന്നത്. അപ്പോൾ അങ്ങനെയാണ് 2 ടേം എന്നൊരു നീക്കത്തിലേക്ക് ഹൈക്കമാൻഡ് പോയി അന്ന് ആ ചർച്ച അല്ലെങ്കിൽ അന്ന് ആ പ്രശ്നം അവിടെ തണുപ്പിച്ചത്. അതിന്റെ ഒരു മാറ്റം, അതായത് ഇപ്പോൾ സിദ്ധരാമയ്യ ആ ഒരു ടേം അനുസരിച്ച് മാറുന്നോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്താൻ സമയം തേടിയതോടെ സംസ്ഥാനത്ത് നേതൃമാറ്റം ഉണ്ടാകുമെന്ന ഊഹാപോഹങ്ങൾ വീണ്ടും സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ചർച്ച ഇപ്പോൾ കൊടിപിരിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധരാമയ്യ AICC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തെ ഉടൻ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമെന്നും ഖാർഗെ അറിയിച്ചതായും പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. കൂടാതെ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്യാനാണ് സിദ്ധരാമയ്യ ആഗ്രഹിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം സിദ്ധരാമയ്യയ്ക്ക് പകരം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അനുയായികൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുമ്പ് നൽകിയതായി പറയപ്പെടുന്ന 2.5 വർഷത്തെ ടേം വ്യവസ്ഥ വാഗ്ദാനം പാലിച്ചതിനു ശേഷം മാത്രമേ മറ്റ് തീരുമാനങ്ങൾ എടുക്കാവൂ എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ശിവകുമാറിന്റെ വിശ്വസ്തരായ നിരവധി MLA മാരും കോൺഗ്രസ് നേതാക്കളും സർക്കാർ കാലാവധിയുടെ പകുതി പൂർത്തിയാക്കിയതിനാൽ നേതൃമാറ്റത്തിനുള്ള ആവശ്യം അടുത്തിടെ ശക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ രൂപീകരിച്ചപ്പോൾ സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിലുള്ള 2.5 വർഷത്തെ അധികാര പങ്കിടൽ കരാറിന് കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചിരുന്നുവെന്നാണ് അവർ വാദിക്കുന്നത്. ഊഹാപോഹങ്ങൾ ശക്തമാക്കിക്കൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയോടെ നേതൃത്വ തർക്കത്തിലെ സസ്പെൻസ് അവസാനിക്കുമെന്നാണ്, കൂടാതെ അതിന്റെ ഒരു തിരശീല വീഴുമെന്നാണ് കർണാടക മന്ത്രി സജീഷ് ജാർക്കിഹോളി പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ ചർച്ച നടക്കുമെന്നും ഒടുവിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾ ഒത്തുകൂടിയപ്പോൾ നേതൃമാറ്റം സംബന്ധിച്ച് അനൌദ്യോഗികമായ ചർച്ചകൾ നടന്നിട്ടുണ്ടാകാമെന്ന് മുതിർന്ന കോൺഗ്രസ് MLA KN രാജണ്ണ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ സിദ്ധരാമയ്യയെ മാറ്റുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി G പരമേശ്വരയെ അടുത്ത മുഖ്യമന്ത്രിയാക്കണമെന്നാണ് രാജണ്ണയുടെ നിലപാട്. പാർട്ടിയിലെ ചില ഭാഗങ്ങൾക്കുള്ളിൽ ഒരു ദളിത് മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം വർദ്ധിച്ചു വരികയാണ്. ഇതിൽ മുൻപന്തിയിലുള്ളത് പരമേശ്വരയുടെ പേരാണ്. കേരളത്തിൽ പുതിയ സർക്കാർ നിലവിൽ വന്നതിന് പിന്നാലെയാണ് കർണാടകയിലെ നേതൃമാറ്റത്തെയും മന്ത്രിസഭാ പുനഃസംഘടനയെയും കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു, വീണ്ടും അത് വേഗത്തിൽ കൈവരിക്കുന്നത്. കേരളത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും പങ്കെടുത്തിരുന്നു.